Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ഓഫ് വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോ ആണ് പരിചയപ്പെട്ടത്. ഇന്ന് സ്റ്റാർട്ട് വിൻഡോയുടെ ഒന്നാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള സെർച്ച് എഡിറ്റ് ബോക്സ് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡീഫോൾട്ടായി നമ്മുടെ ഫോക്കസ് സെർച്ച് എഡിറ്റ് ബോക്സിലായിരിക്കും ഉണ്ടാവുക. ഞാൻ സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ് ബൈ പ്രസിംഗ് വിൻഡോസ് കീ. Search window, search box edit blank. സ്റ്റാർട്ട് വിൻഡോ ഓപ്പണായി. നിലവിൽ എൻ്റെ ഫോക്കസ് ഉള്ളത് സെർച്ച് എഡിറ്റ് ബോക്സിലാണ്. എങ്ങനെയെല്ലാം നമുക്ക് ഈ സെർച്ച് എഡിറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്താം എന്ന് നോക്കാം. നമ്മളെല്ലാം സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള ഫയൽസ്, ഫോൾഡേഴ്സ്, ആപ്ലിക്കേഷൻസ് ഇവയെല്ലാം സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിന് എങ്ങനെയെല്ലാം ഇവ സെർച്ച് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ട് വിൻഡോയിലൂടെ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. നോട്ട് പാഡ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇതിനായി നോട്ട് പാഡ് എന്ന് മുഴുവനായി ടൈപ്പ് ചെയ്യേണ്ടതില്ല. പകരം ആദ്യത്തെ ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ NOT എന്ന് ടൈപ്പ് ചെയ്യുന്നു. NOT. Notepad app. Press right to switch preview 1 of 1 level 1. നോട്ട് പാഡ് എന്ന് അനൗൺസ് ചെയ്തു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോ അതിൻ്റെ സെർച്ച് ഇൻഡെക്സ് റാങ്കിംഗ് ക്രമീകരിക്കുന്നത് ഓരോ യൂസറുടെയും ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. അതായത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ NOT എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ച് തുടങ്ങുന്ന മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ നോട്ട് പാഡിനേക്കാൾ കൂടുതൽ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ NOT എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം നോട്ട് പാഡിന് പകരം ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനായിരിക്കും എനിക്ക് ലഭിക്കുക. എന്നാൽ ഇവിടെ നോട്ട് പാഡാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് NOT എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് സജഷനായി നോട്ട് പാഡാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു സെർച്ച് എഡിറ്റ് ബോക്സിൽ റിസൾട്ട് ക്രമീകരിക്കുന്നത് വെർട്ടിക്കലിയാണ്, അഥവാ വൺ ബിലോ ദി അതർ, ഒന്നിന് താഴെ മറ്റൊന്ന് എന്ന ക്രമത്തിലാണ്. മറ്റേതെങ്കിലും സജഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഡൗൺ ആരോ. Find results in apps 1 of 1 level 1. ലെവൽ 1 കാറ്റഗറി അഥവാ റീസെൻ്റ്ലി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നോട്ട് പാഡ്. അതുകൊണ്ട് ഇത് ലെവൽ 1ലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലെവൽ 1ൽ ഒരു സജഷനേ ഉള്ളൂ. ഡൗൺ. Level 2 sticky notes app. Press right to switch preview 1 of 1. ലെവൽ 2 NOT എന്ന ലെറ്റേഴ്സ് അടങ്ങുന്ന മറ്റൊരു സജഷൻ തന്നിട്ടുണ്ട്. സ്റ്റിക്കി നോട്ട്സ്. ഡൗൺ. Level 1 find results and search the web 1 of 1. അഗെയിൻ ലെവൽ 1 വെബ് സെർച്ച് ചെയ്യാനാണ് പറയുന്നത്. ഡൗൺ. Level 2 not see web results. Press right to switch preview 1 of 1. NOT എന്ന കീവേഡ് വെബ് സെർച്ച് ചെയ്യാൻ ലെവൽ 2ലും കാണിക്കുന്നുണ്ട്. ഡൗൺ. Level 1 find results and settings 1 of 1. സെറ്റിംഗ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ ഉള്ള ഹെഡിങ്. ഡൗൺ. Find results and documents 1 of 1 level 1. NOT തുടങ്ങുന്ന ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ. ഡൗൺ. Tab selected all. താഴേക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. Tab apps, tab documents, tab web, button collapsed more. മറ്റ് കാറ്റഗറീസ് കാണണമെങ്കിൽ ഈ ഒരു ബട്ടൺ എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് നോക്കാം. Menu list expanded, focus mode. ഞാൻ സ്പേസ് ബാർ പ്രസ് ചെയ്തത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. Email not selected 1 of 7. Folders not selected 2 of 7. Music not selected 3 of 7. People not selected 4 of 7. Photos not selected 5 of 7. Settings not selected 6 of 7. Videos not selected 7 of 7. നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള NOT എന്ന കീവേഡ് തുടങ്ങുന്ന പല കാറ്റഗറീസ് ചെക്ക് ചെയ്യാനുള്ള അവസരമാണ് വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോയുടെ സെർച്ച് എഡിറ്റ് ബോക്സ് നമുക്ക് നൽകുന്നത്. തൽക്കാലം ഫസ്റ്റ് സജഷനായിട്ടുള്ള നോട്ട് പാഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫോക്കസ് ചെക്ക് ചെയ്യാം. Search box edit focus notepad. നോട്ട് പാഡിലാണ് ഫോക്കസ് ഉള്ളത്. ഇവിടെ എൻ്റർ ചെയ്യുന്നു. Untitled notepad. Text editor edit multi-line blank. നോട്ട് പാഡ് ഓപ്പൺ ആയി. ടൈറ്റിൽ ചെക്ക് ചെയ്യാം. Untitled notepad. ഇപ്പോൾ സംഭവിച്ചത് നമ്മൾ സെർച്ച് എഡിറ്റ് ബോക്സിൽ കീവേഡ് കൊടുത്തു, അഥവാ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ടേംസ് കൊടുത്തു. അങ്ങനെ നമുക്കൊരു സജഷൻ കിട്ടി. അവിടെ എൻ്റർ ചെയ്തു. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇങ്ങനെ സ്റ്റാർട്ട് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ്
അല്ലെങ്കിൽ ഫയൽസ്, ഫോൾഡേഴ്സ് എന്തു തന്നെയായാലും ഓപ്പൺ ചെയ്യുന്നതോടുകൂടി സ്റ്റാർട്ട് വിൻഡോ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. സ്റ്റാർട്ട് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള ഫയൽസ് എങ്ങനെ സെർച്ച് ചെയ്യാം എന്ന് നോക്കാം. സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് വിൻഡോസ് കീ. Start window, search box edit blank. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഫയൽസ് സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കതിൻ്റെ ലൊക്കേഷൻ അറിയില്ല, അഥവാ എവിടെയാണ് നമ്മൾ സേവ് ചെയ്തത് എന്ന് മറന്നുപോയി. ഇത്തരം സാഹചര്യങ്ങളിൽ ഫയലിൻ്റെ പേരറിയാമെങ്കിൽ എങ്ങനെ സെർച്ച് ചെയ്യാം എന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഫയൽസ്, ഫോൾഡേഴ്സ് ഒക്കെ എൻ്റെ പേരിൽ ഈ PC-യിൽ ഉണ്ടോ എന്ന് നോക്കാം. SIYAD Seed file folder last modified 7/26/2022 4:20 p.m. Press right to switch previews. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നത് എൻ്റെ പേരിലുള്ള ഒരു ഫോൾഡറാണ്. അതിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെ കൃത്യമായി പറയുന്നുണ്ട്. ഡൗൺ വരെ പ്രസ് ചെയ്യാം. Find results and search the web 1 of 1 level 1. Level 2 side see web results. Press right to switch preview 1 of 4. വെബ് സെർച്ച് ചെയ്യാനുള്ള പല കീവേഡ് സജഷൻസ് ആണ് നമുക്ക് നൽകുന്നത്. See web results. ഡൗൺ Level 1 find results in folders 1 of 1. പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടാണ് സെർച്ച് റിസൾട്ട് അറേഞ്ച് ചെയ്യുന്നത്. ആദ്യം മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിച്ച ഫോൾഡർ സജസ്റ്റ് ചെയ്തു. തൊട്ട് താഴെ വെബ് സെർച്ച് ചെയ്യാനുള്ള കീവേഡ്സ് സജസ്റ്റ് ചെയ്തു. ഇനി അതിന് താഴെ ഫോൾഡർ കാറ്റഗറി ഏതൊക്കെയുണ്ട് എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. Level 2 CSS file folder. Press right to switch preview C. Users see it documents CSS last modified 7. എൻ്റെ പേരുള്ള ഒന്നാമത്തെ ഫോൾഡറാണിത്. നെക്സ്റ്റ് വൺ 12 CSS file folder management set 1. ഡൗൺ 3 CSS taskbar exercise. ഡൗൺ 2 CSS desktop exercises. ഡൗൺ Level 1 find results in documents 1 of 1. നെക്സ്റ്റ് കാറ്റഗറി ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ 3 കാറ്റഗറി നമ്മൾ കണ്ടു. ഫസ്റ്റ് വൺ മോസ്റ്റ് ഫ്രീക്വൻറ്റ് യൂസ്ഡ് കാറ്റഗറി. അവിടെയാണ് ആദ്യം ഒരു ഫോൾഡർ സജസ്റ്റ് ചെയ്തത്. തൊട്ട് താഴെ വെബ് സെർച്ച് ചെയ്യാനുള്ള കീവേഡ്സ് സജസ്റ്റ് ചെയ്തു. അതിനും താഴെ ഫോൾഡേഴ്സ് സജസ്റ്റ് ചെയ്തു. ദെൻ ഫോർത്ത് വൺ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയുണ്ട് എന്ന് സജസ്റ്റ് ചെയ്യുന്നു. ഡൗൺ Level 2 for CSS application menu test paper instructional Microsoft Word. ഇത് ഒരു വേഡ് ഡോക്യുമെന്റ് ആണ്. ഡൗൺ See it. All tab selected. Find the most relevant results on this PC and the web. Bing tab selected. All tab. നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ പല കാറ്റഗറീസ് ആണ്. Tab selected all. Tab apps. Tab documents. Tab web. Button collapsed more. നേരത്തെ കണ്ടതുപോലെ മോർ കാറ്റഗറീസ്. ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ മറന്നുപോയെങ്കിലും അല്ലെങ്കിൽ ലൊക്കേഷൻ അറിയില്ല എങ്കിലും ഫയൽ നെയിം അറിയാമെങ്കിൽ കൃത്യമായി ഫയൽസ് കണ്ടെത്താൻ സാധിക്കും. സെർച്ചിങ് ഫയൽസ് വിത്ത് എക്സ്റ്റൻഷൻസ് അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഫയലിൻ്റെ ലൊക്കേഷനും മറന്നുപോയി, പേരും മറന്നുപോയി. എന്നാൽ അത് ഏത് ഫയൽ ടൈപ്പാണ് എന്ന് നമുക്കറിയാം എങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഫയൽസ് എളുപ്പത്തിൽ കണ്ടെത്താം എന്ന് നോക്കാം. സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് വിൻഡോസ് കീ. Start window, search box edit blank. ഇവിടെ ഫയൽ ടൈപ്പ് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന ഫയൽ ടൈപ്പിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ്, ഫയൽസ്, ഫോൾഡേഴ്സ്, ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം റിസൾട്ടുകൾ സോർട്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ .txt എന്ന ഫയൽ ടൈപ്പ് കൊടുക്കുകയാണ്. See web results. Press right to switch preview 1 of 1 level 1. ഡോട്ട് എന്ന സിമ്പൽ കൊടുത്തപ്പോൾ തന്നെ വെബ് റിസൾട്ട് ആണ് സജസ്റ്റ് ചെയ്തത്. ഡോട്ട് കൊടുത്ത ശേഷം TXT എന്ന് കൊടുക്കുന്നു. TXT item TXT text document last modified 7/25/2022 3:10 p.m. Press right to switch preview. ഞാൻ സേവ് ചെയ്തിട്ടുള്ള iTop എന്ന ഒരു TXT ഫയലാണ് ആദ്യം സജസ്റ്റ് ചെയ്തത്. ഡൗൺ Find results in apps 1 of 1 level 1. TXT എന്ന എക്സ്റ്റൻഷൻ തുടങ്ങുന്ന ആപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. Level 2 WordPad app. Press right to switch preview 1 of 1. TXT ഫയൽ സേവ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണ് വേർഡ്പാഡ്. ഡൗൺ Level 1 find results and search the web 1 of 1. വെബ് സെർച്ച് ചെയ്യാനുള്ള സജഷൻ. Level 2 TXT files. See web results. Press right to switch preview 1 of 4. വെബ് സെർച്ച് ചെയ്യാനുള്ള കീവേഡ് സജസ്റ്റ് ചെയ്തിരിക്കുന്നു. TXT ഫയൽ. ഡൗൺ TXT see web results. TXT the PDF. See web text file. See web results. Press right to level 1 find results and documents 1 of 1. മറ്റൊരു കാറ്റഗറി ഡോക്യുമെന്റ്സ്.
Down. Level 2 MS license TXT text document. Press right to switch preview. ഞാൻ സേവ് ചെയ്തിട്ടുള്ള മറ്റൊരു TXT ഫയൽ. Down. Error log TXT text document. Down. Notepad TXT text. Down. TXT. All tabs selected. Find the most relevant. നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള വ്യത്യസ്ത കാറ്റഗറീസ് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും നൽകുന്നുണ്ട്. Button close Windows search. വിൻഡോസ് സെർച്ച് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ. Clickable heading level 4 results list. വീണ്ടും മറ്റൊരു ഹെഡിങ്ങിന് താഴെ ഇപ്പോൾ കാണിച്ച റിസൾട്ട് ഒരിക്കൽ കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. ഇത്തരത്തിൽ ഏതൊരു ഫയലും അതിൻ്റെ നെയിമും ലൊക്കേഷനും അറിയില്ലെങ്കിൽ പോലും ഫയൽ ടൈപ്പ് അറിയാമെങ്കിൽ സ്റ്റാർട്ട് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ആദ്യം പരിചയപ്പെട്ടതുപോലെ ഓരോ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്താലും അതുമായി ബന്ധപ്പെട്ട ഫയൽസ് അവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് വിൻഡോയിൽ വേർഡ് എന്ന് സെർച്ച് ചെയ്യാണ്. സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് വിൻഡോസ് കീ. Start window, search box edit blank. ഇവിടെ വേർഡ് എന്ന് ടൈപ്പ് ചെയ്യാണ്. D Word app. Press right to switch preview 1 of 1 level 1. മൈക്രോസോഫ്റ്റ് വേർഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വേർഡ് ആപ്പ് പ്രസ് റൈറ്റ് ടു സ്വിച്ച് പ്രിവ്യൂ, അഥവാ ഓരോ സജഷനിലും നമുക്ക് പ്രിവ്യൂ കാണാനുള്ള അവസരം കൂടി സ്റ്റാർട്ട് വിൻഡോ നൽകുന്നുണ്ട്. ഇവിടെ ഞാൻ റൈറ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ Big document actions list. Open 1 of 1 level 1. Focus mode. ആക്ഷൻസ് ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. ആദ്യം സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ, അഥവാ എപ്പോഴും ഞാൻ വേർഡ് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടാണ് ഓപ്പൺ എന്നുള്ള ഈ ഒരു ആക്ഷൻ ടോപ്പ് സജഷനായി വന്നിരിക്കുന്നത്. മാത്രമല്ല MS വേർഡ് ലോകത്തെമ്പാടും ഉപയോഗിക്കുന്ന ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനാണ്. ഡൗൺ ആരോ. Expand reveals actions list above button collapsed. Expand reveals actions list above. Browse mode. മുകളിലുള്ള ആക്ഷൻസ് ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. ഇത് കലാപ്സ്ഡ് ആണ്. നമുക്കിത് സ്പേസ് ബാർ പ്രസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. Expanded. ഇനി മുകളിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് നോക്കാം. Open. Run as administrator. ഞാൻ ഡൗൺ ആരോ ആണ് പ്രസ് ചെയ്യുന്നത്. Open file location. Pin to start. Pin to taskbar. Uninstall. ഇത്രയും ഓപ്ഷൻസ് ആണ് ആക്ഷൻസ് ലിസ്റ്റിലുള്ളത്. ഇനിയും ഡൗൺ ആരോ പ്രസ് ചെയ്താൽ Button expanded collapsed. Hides actions list above. മുകളിലുള്ള ആക്ഷൻസ് ലിസ്റ്റ് കലാപ്സ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മളിപ്പോൾ കണ്ടതാണ്. ഇത് കലാപ്സ് ചെയ്യാം. Collapsed. സ്പേസ് ബാർ പ്രസ് ചെയ്ത് കലാപ്സ് ചെയ്തു. ഡൗൺ. Out of list clickable heading level 4 recent list. റീസെന്റ് ലിസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ ആക്ഷൻസ് ലിസ്റ്റ്, സെക്കൻഡ് വൺ റീസെന്റ് ലിസ്റ്റ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഡൗൺ. 1 introduction to drives, folders and files. ഞാൻ ഏറ്റവും അവസാനമായി ഓപ്പൺ ചെയ്ത വേർഡ് ഫയലാണിത്. ഡൗൺ. 2 navigation and file explorer. ഡൗൺ. 4 navigation and this PC. ഡൗൺ. 17 introduction to notepad find dialog box part 1. ഒരുപാട് ഡോക്യുമെന്റ്സ് താഴേക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഫയൽസ് മാത്രം ഫിൽട്ടർ ചെയ്ത് കാണാനും വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോ അവസരം നൽകുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് വിൻഡോയിലൂടെ സെർച്ച് ചെയ്യുന്ന ഓരോ ഫയൽസിൻ്റെയും ലൊക്കേഷൻ അറിയാനും നമുക്ക് സാധിക്കും. നേരത്തെ നമ്മൾ ഫയൽസ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടിരുന്നു ഓപ്പൺ ഫയൽ ലൊക്കേഷൻ. ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു ഫയൽ സെർച്ച് ചെയ്യാണ്. സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് വിൻഡോസ് കീ. Start window, search box edit blank. എൻ്റെ പേര് തന്നെ സെർച്ച് ചെയ്യാം. I D Seed file folder last modified 7/26/2022 4:20 p.m. Press right to switch previews. ഈ ഫോൾഡർ എപ്പോഴാണ് മോഡിഫൈ ചെയ്തതെന്നും അതിൻ്റെ ഏകദേശ ലൊക്കേഷനും പറയുന്നുണ്ട്. അതിനുശേഷം പ്രിവ്യൂ കാണാനുള്ള അവസരം നൽകുന്നു. റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ Big document actions list. Open 1 of 3 level 1. Focus mode. ആക്ഷൻസ് ലിസ്റ്റിൽ 3 ഐറ്റംസ് ആണുള്ളത്. ഇവിടെ എൻ്റർ ചെയ്താൽ ഈ ഫോൾഡർ ഓപ്പൺ ആവും. Open file location 2 of 3 level 1. ഫയൽ ലൊക്കേഷൻ എൻ്റർ ചെയ്താൽ നേരെ എവിടെയാണോ ഈ ഫോൾഡർ ഉള്ളത് അവിടേക്ക് നമുക്ക് പോവാം. Copy path 3 of 3 level 1. കോപ്പി പാത്ത് അഥവാ ഈ ഫോൾഡറിൻ്റെ അഡ്രസ് നമുക്ക് കോപ്പി ചെയ്യാം. എന്താണ് പാത്ത്, എന്താണ് ഫോൾഡർ, എന്താണ് ഫയൽ എന്നൊക്കെ വരും വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാനിവിടെ Open file location 2 of 3 level 1. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന ഭാഗത്ത് എൻ്റർ ചെയ്യുന്നു. Search users window items view list Seed 2 of 2. ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന ഫോൾഡർ. ഇത് ഏത് ഫോൾഡറിനകത്താണ് എന്ന് നോക്കാം. യൂസേഴ്സ് എന്ന ഫോൾഡറിനുള്ളിലാണ് സിയാദ് എന്ന സബ് ഫോൾഡർ ഉള്ളത്. ഇത്തരത്തിൽ ഏതൊരു ഫയലിൻ്റെയും ലൊക്കേഷൻ കണ്ടെത്താനും അതിൻ്റെ അഡ്രസ് കോപ്പി ചെയ്യാനുമൊക്കെ വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോ അവസരം നൽകുന്നുണ്ട്. വെബ് സെർച്ച് എഡിറ്റ് ബോക്സ് കേവലം നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന
ഫയൽസ്, ഫോൾഡേഴ്സ്, ആപ്ലിക്കേഷൻസ്. കൂടാതെ നമ്മുടെ വൺ ഡ്രൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന അഥവാ മൈക്രോസോഫ്റ്റ് പ്രദാനം ചെയ്യുന്ന ക്ലൗഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയൽസ്, ഫോൾഡേഴ്സ് എന്നിവ സെർച്ച് ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇതേ സെർച്ച് എഡിറ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് വെബ് സെർച്ചും ചെയ്യാൻ സാധിക്കും. നോക്കാം. സ്റ്റാർട്ട് ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് വിൻഡോസ് കീ. Search window, search box edit blank. ഞാനിവിടെ www.gmail.com എന്ന് തന്നെ ടൈപ്പ് ചെയ്യുന്നു. W-I-L-M-A-O-M. ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ Com. Untitled personal Microsoft Edge window. Document busy blank. Mail, email or phone edit blank. സക്സസ്. നമ്മൾ കൊടുത്ത വെബ് അഡ്രസ് ഏതു തന്നെയായാലും മൈക്രോസോഫ്റ്റ് എഡ്ജ് വെബ് ബ്രൗസറിൽ ഓപ്പൺ ആവും. ടൈറ്റിൽ ചെക്ക് ചെയ്യാം. Mail personal Microsoft Edge. ജിമെയിൽ പേഴ്സണൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നാണ് ടൈറ്റിൽ വായിച്ചത്. ഇത്തരത്തിൽ വളരെ അനായാസമായി സെർച്ച് എഡിറ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് വെബ് സെർച്ച് ചെയ്യാൻ സാധിക്കും. വെബ് അഡ്രസ് മാത്രമാണോ സെർച്ച് ചെയ്യാൻ സാധിക്കുക? അല്ല, നമുക്ക് ഇഷ്ടമുള്ള കീവേഡ് സെർച്ച് എഡിറ്റ് ബോക്സിൽ കൊടുത്ത ശേഷം വെബ് സെർച്ച് ചെയ്യാൻ സാധിക്കും. നോക്കാം. Start window, search box edit blank. ഇവിടെ ഞാൻ ഗ്ലോബൽ വാർമിംഗ് എന്ന് ടൈപ്പ് ചെയ്യാണ്. G-O, global warming, B-A-L, global warming, see web results, press right to switch preview 1 of 1 level 1. ഞാൻ ഗ്ലോബൽ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഗ്ലോബൽ വാർമിംഗ് എന്ന സജഷനാണ് ആദ്യം വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ട്രെൻഡിങ് കീവേഡ് ആയതുകൊണ്ടായിരിക്കാം. സി വെബ് റിസൾട്ട് പ്രസ് റൈറ്റ് ടു സ്വിച്ച് പ്രിവ്യൂ എന്നാണ് പറഞ്ഞത്. റൈറ്റ് ആർ പ്രസ് ചെയ്താൽ blank. Global warming search frame, global warming search results grouping list with 14 items, list with 1 items, heading level 2 by global warming and climate change at Amazon by online now link. ഗ്ലോബൽ വാർമിംഗ് എന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് റിസൾട്ട് ബിങ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ടൈറ്റിലേക്ക് ചെയ്യാം. Search. നമ്മുടെ ഫോക്കസ് ഇപ്പോഴും സെർച്ച് വിൻഡോയിൽ തന്നെയാണ്. പക്ഷേ പ്രിവ്യൂ ആയിട്ട് ബിങ് സെർച്ച് എഞ്ചിൻ ഇവിടെ നമ്മൾ കൊടുത്ത കീവേഡുമായി ബന്ധപ്പെട്ട വിവിധ റിസൾട്ടുകൾ കാണിച്ചിട്ടുണ്ട്. പ്രസ് ചെയ്യാണ്. Out of list link news. Link graphic inflation, how global warming contributes to a rise in prices. Link global warming is now clearly included among the factors leading to inflation, and now the phenomenon has a ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട വിവിധ റിസൾട്ട് കാണാം. ഇതിലേതെങ്കിലും എൻ്റർ ചെയ്താൽ Untitled loading page. Document busy blank. Inflation, how global warming contributes to a rise in prices. Forbes India. Banner landmark advertisement region out of region. Navigation landmark. മൈക്രോസോഫ്റ്റ് എഡ്ജിൽ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ടൈറ്റിൽ ചെക്ക് ചെയ്യാം. Inflation, how global warming contributes to a rise in prices. Forbes India personal Microsoft Edge. നമ്മൾ സെർച്ച് എഡിറ്റ് ബോക്സിൽ ഗ്ലോബൽ എന്ന കീവേഡ് മാത്രമേ സെർച്ച് ചെയ്തിട്ടുള്ളൂ. ട്രെൻഡിങ് കീവേഡ് ആയതുകൊണ്ടായിരിക്കാം ഗ്ലോബൽ വാർമിംഗ് എന്ന ഓട്ടോ സജഷൻ കിട്ടിയത്. റൈറ്റ് ആരോ പ്രസ് ചെയ്തു, പ്രിവ്യൂ നോക്കി ഒരു റിസൾട്ടിൽ എൻ്റർ ചെയ്തു, എഡ്ജ് ഓപ്പൺ ആയി വന്നു. ഇത്തരത്തിൽ കേവലം നമ്മുടെ ഡെയിലി യൂസിനപ്പുറം സെർച്ച് എഡിറ്റ് ബോക്സിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. മറ്റുള്ളവ വിൻഡോസ് 10 അഡ്വാൻസ് ചർച്ച ചെയ്യുന്ന സമയത്ത് വീണ്ടും ചർച്ച ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.